ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ക്ലാസ് 15. ഈ ക്ലാസ്സിൽ നമുക്ക് രണ്ട് സെറ്റ് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ് എഫ് ജി ഇൻവേഴ്സസ് ടു ഈച്ച് അതർ ആണെങ്കിൽ അവരുടെ കോമ്പോസിഷൻ ഐഡൻറ്റിറ്റി ആയിരിക്കും എന്നുള്ളതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ ഇവിടെ സൈൻ ഇൻവേഴ്സ് അവർ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിലേക്ക് തന്നെ മാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എപ്പോഴാണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത്? എക്സ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ ബ്രാഞ്ചിൽ വരുമ്പോൾ. സോ റിലേഷൻ സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2. നമുക്കറിയാം ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 ആണ് സൈൻ ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. ഇനി അതുപോലെ അടുത്തത് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. കോസ് ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ക്ലോസ്ഡ് ഇൻ്റർവൽ 0π ആണ്. അപ്പോൾ ഈ റിലേഷൻ വരുന്നത് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π. അതുപോലെ അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ -π/2 π/2. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് കൊസീക്ക് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 മൈനസ് സിംഗിൾട്ടൺ 0. അതുപോലെ സീക്ക് ഇൻവേഴ്സ് ഓഫ് സീക്ക് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0π മൈനസ് സിംഗിൾട്ടൺ π/2. അതുപോലെ അടുത്തത് കോട്ട് ഇൻവേഴ്സ് ഓഫ് കോട്ട് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എക്സ് ബിലോങ്സ് ടു ഓപ്പൺ ഇൻ്റർവൽ 0π. ഇനി അടുത്ത സെറ്റ് ഡെഫിനിഷൻസ് നമുക്ക് വേണ്ടത്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ അതിൻ്റെ ഇക്വേഷൻ കണ്ടു. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ അങ്ങനെ രണ്ട് ഇക്വേഷൻസ് കണ്ടു. ഇനി അതുപോലെ തന്നെയുള്ള അടുത്ത ഇക്വേഷനാണ് അടുത്ത സെറ്റിൽ നമ്മൾ പഠിക്കുക. അതിൽ ആദ്യത്തേത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് 2x/1 + x² വെൻ മോഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതിനടുത്ത ഇക്വേഷൻ 2 ടാൻ ഇൻവേഴ്സ് എക്സ്, സെയിം 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ തന്നെ സൈൻ ഇൻവേഴ്സിലും കോസ് ഇൻവേഴ്സിലും ടാൻ ഇൻവേഴ്സിലാണ് നമ്മൾ 3 ഇക്വേഷൻസ് ഈ സെറ്റ് വരാം. അപ്പോൾ രണ്ടാമത്തേത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1 - x²/1 + x² വെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ മൂന്നാമത്തേത് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 - x² വെൻ -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഈ 3 ഇക്വേഷൻസും 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ തന്നെയാണ്. അത് ഓരോന്നും സൈൻ ഇൻവേഴ്സിൻ്റെ ഫോമിലും കോസ് ഇൻവേഴ്സിൻ്റെ ഫോമിലും ടാൻ ഇൻവേഴ്സിൻ്റെ ഫോമിലും ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സെറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസാണ് നമ്മൾ അടുത്തത് കാണാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/7 ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 31/17. അപ്പോൾ ഇതുപോലെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോബ്ലംസ് കണ്ടതാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമിലാണെങ്കിൽ അതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് എന്തായാലും തെളിയിക്കാനാണ് ക്വസ്റ്റ്യൻ. ഈ ഒരു പ്രോബ്ലത്തിൽ വന്നിട്ടുള്ള വ്യത്യാസം, ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള ഫോമിൽ ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു 2 ടാൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളതിനെ നമ്മളിപ്പോൾ പഠിച്ച മൂന്നാമത്തെ ഇക്വേഷൻ 2 ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ 3 ടൈപ്പ് ഇക്വേഷൻസ് നമ്മൾ കണ്ടു. അതിൽ മൂന്നാമത്തേത് അതിനെ ടാൻ ഇൻവേഴ്സിൻ്റെ ഫോമിലേക്ക് മാറ്റുന്നതായിരുന്നു. അതിങ്ങനെയാണ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x/1 - x². അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് തെളിയിക്കാൻ 2 സൈഡ് ഉണ്ട്, ലെഫ്റ്റ് സൈഡ് ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ലെഫ്റ്റ് സൈഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇനി ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ഒരു ടേം മാത്രമേ എടുക്കുക, അതായത് 2 ടാൻ ഇൻവേഴ്സ് 1/2 എടുക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 2x, ദാറ്റ് ഈസ് 2 ഇൻറ്റു, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 1/2 ആണ്. സോ 2 × 1/2 ഡിവൈഡഡ് ബൈ 1 - 1/2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 2 × 1/2 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് 1 ആയി. ഇവിടെ 1/2 സ്ക്വയർ എന്നുള്ളത് 1/4 ആയി. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1 - 1/4 എന്നുള്ളത് എന്തായി? 4 - 1 ഹോൾ ബൈ 4, ദാറ്റ് ഈസ് 3/4. ഇനിയിപ്പോൾ ഇത് 1/3/4 ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 4/3 ആയി. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ടേമിനെ 2 ടാൻ ഇൻവേഴ്സ് 1/2 എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ മാറ്റി? ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്തായി മാറി? ലെഫ്റ്റ് സൈഡ് ഇതായിരുന്നു, അതെന്തായി മാറി? ടാൻ ഇൻവേഴ്സ് 4/3 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/7 ആയി മാറി. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പോലെ ഇതിനെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നുള്ള
രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇക്വേഷൻ ഇതാണ് tan ഇൻവേഴ്സ് എക്സ് പ്ലസ് tan ഇൻവേഴ്സ് വൈ ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 4/3 വൈയുടെ സ്ഥാനത്ത് 1/7 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സോൾവ് ചെയ്ത് റൈറ്റ് സൈഡിൽ ആൻസർ തന്നിരിക്കുന്ന ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ 4/3 പ്ലസ് 1/7 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/3 ഇൻറ്റു 1/7 ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് ഇത് നമ്മൾ ക്രോസ് ചെയ്ത് LCM ചെയ്ത് ദാറ്റ് ഈസ് 4 ഇൻറ്റു 7 ദാറ്റ് ഈസ് 28 പ്ലസ് 1 ഇൻറ്റു 3 3 ഡിവൈഡഡ് ബൈ 21 ഡിവൈഡഡ് ബൈ 1 മൈനസ് ഇൻറ്റു ചെയ്യുമ്പോൾ 4/21 ദാറ്റ് ഈസ് 31/21 ഡിവൈഡഡ് ബൈ ഇത് താഴെയുള്ളതിനെ ക്രോസ് ചെയ്ത് LCM ചെയ്ത് ചെയ്യുമ്പോൾ 21 മൈനസ് 4 ബൈ ഹോൾ ബൈ 21 വരും ദാറ്റ് ഈസ് 17/21 21 വെച്ച് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 31/17 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് 31/17 അതാണ് റൈറ്റ് സൈഡ് തന്നിരിക്കുന്ന ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2x. നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് എപ്പോൾ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 എന്ന് പറയുന്നത് തന്നെയാണ് -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്നുള്ളത്. അതായത് ഇങ്ങനെ ഒരു ഇൻ്റർവൽ ഇങ്ങനെ ഒരു തരത്തിൽ എഴുതാൻ സെയിം തന്നെയാണിത്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ക്വസ്റ്റ്യൻ എന്താണ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2x കാണാനാണ്. ഇനി ഈ ഒരു ഡെഫിനിഷൻ പ്രകാരം നമുക്ക് ഇതിനെന്തെന്ന് എഴുതാം ഈക്വൽ ടു 2x എപ്പോൾ എക്സ് എന്നുള്ളത് ഇതിൻ്റെ നമുക്ക് ഡെഫിനിഷൻ പ്രകാരം ഇവിടെ എക്സ് ഏതിൻ്റെ ഇടയ്ക്ക് വരണം -π/2 π/2 ഇടയ്ക്ക് വരണം. ഇവിടെ നമുക്ക് എക്സിന് പകരം ക്വസ്റ്റ്യനിൽ എന്താണ് 2x ആണ്. സോ ഇത് ആൻസർ ഈസ് 2x വെൻ -π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. ഇനി നമുക്ക് എക്സിൻ്റെ സ്ഥാനമാണ് കാണേണ്ടത് അല്ലെങ്കിൽ എക്സിൻ്റെ കണ്ടീഷനാണ് അറിയേണ്ടത്. അപ്പോൾ 2 വെച്ചിട്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എക്സ് മാത്രമായിട്ട് കിട്ടും. അപ്പോൾ 2 വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പം ഇൻ്റർവൽ എന്തായി മാറും -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. സോ ആൻസർ ഈസ് 2x വെൻ -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ. അതായത് ഏറ്റവും ചുരുങ്ങിയ രൂപത്തിൽ ഈ തന്നിരിക്കുന്നതിനെ മാറ്റി എഴുതുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് tan ഇൻവേഴ്സ് ഓഫ് 1 + tan x ബൈ 1 - tan x. ഇനി നമുക്കിതിനെ അറിയാവുന്ന ഏതെങ്കിലും ഒരു ഫോമിലേക്ക് മാറ്റാണ് വേണ്ടത്. അതിങ്ങനെയാണ് നമുക്ക് tan x നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പോലെ tan a + b കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള പോലെ tan a + b എന്നുള്ളത് tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b ആണ്. അപ്പോൾ അതിനെ നമുക്ക് ഇവിടെ tan a + tan b എന്നുള്ള ഫോമിലായിരുന്നെങ്കിൽ നമുക്ക് tan of a + b എന്നുള്ള ഫോമിലേക്ക് മാറ്റാമായിരുന്നു. അങ്ങനെ മാറ്റിയുള്ള ഉപകാരം ഇതാണ് tan ഇൻവേഴ്സ് ഓഫ് tan of എന്നുള്ള നിലയ്ക്ക് വരും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ ആദ്യത്തെ സെറ്റിൽ നിന്ന് tan ഇൻവേഴ്സ് ഓഫ് tan x ഈക്വൽ ടു x എന്നുള്ള തരത്തിൽ ചുരുക്കി എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഇതിനെ ഈ 1 എന്നുള്ളതിനെ നമുക്ക് tan of സംതിങ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ താഴെ ആ വ്യത്യാസം വരുത്തണം. അതിങ്ങനെയാണ്, അതായത് നമുക്കറിയാം tan π/4 1 ആണ്. സോ ഇവിടെ 1ന് പകരം tan π/4 എന്നാക്കി മാറ്റാം. π/4 പറഞ്ഞാൽ 45 ഡിഗ്രി, tan 45 ഡിഗ്രി 1 ആണ്. അപ്പോൾ ഈ 1ന് പകരം നമ്മൾ എന്ത് ചെയ്തു tan π/4 എന്ന് എഴുതി. അതുപോലെ ഈ താഴെ നമുക്ക് tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b എന്നുള്ളതിൽ 1 - ഓക്കെയാണ്, ഇവിടെ വരെ ഓക്കെയാണ്. ഇനി ഇവിടെ ഒരു tan a tan b എന്നുള്ള ഫോമിൽ വരാം. ഇവിടെ tan a യുടെ സ്ഥാനത്ത് ഇപ്പോൾ tan π/4 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 1 - tan π/4 ദാറ്റ് ഈസ് 1 ഇൻറ്റു tan x എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ്. നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ന്യൂമറേറ്ററിൻ്റെ 1ൻ്റെ സ്ഥാനത്ത് tan π/4 എന്ന് എഴുതി. അതുപോലെ ഇവിടെ tan x ഇൻറ്റു 1 എന്നായിട്ട് നമ്മൾ എടുത്ത് അതിന് പകരം tan π/4 എന്ന് എഴുതി. ഇപ്പോൾ ഇത് tan a + tan b ഡിവൈഡഡ് ബൈ 1 - tan a tan b എന്നുള്ള ഫോമിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം ട്രിഗണോമെട്രിയിൽ പഠിച്ച ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് tan a + b. അപ്പോൾ ഇതെന്തായി tan π/4 + x ആയി മാറി. അപ്പോൾ ഇങ്ങനെ ചെയ്താലുള്ള മെച്ചം ഇതാണ്, ഇത് tan ഇൻവേഴ്സ് ഓഫ് tan എന്നുള്ള ഫോമിലേക്ക് മാറി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സിൻ്റെ ഭാഗത്തുള്ള മാത്രമായിട്ട് ആൻസർ എഴുതാം. ദാറ്റ് ഈസ് π/4 + x. അപ്പോൾ ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്ന് പറയുന്നത് π/4 + x ആണ്. ഇനി അതിൻ്റെ ഇൻ്റർവെലും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്കറിയാം ഇങ്ങനെ tan ഇൻവേഴ്സ് ഓഫ് tan x എന്നുള്ളത് x ആക്കി എഴുതണമെങ്കിൽ ഇൻ്റർവെൽ എന്തായിരിക്കണം, അല്ലെങ്കിൽ എക്സിൻ്റെ സ്ഥാനം എന്തായിരിക്കണം, ഓപ്പൺ ഇൻ്റർവെൽ -π/2 π/2ൻ്റെ ഇടയിലായിരിക്കണം. അതായത് -π/2
ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 2 ആയിരിക്കണം. അപ്പോൾ ഇവിടെ അതായത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ ബൈ 4 പ്ലസ് എക്സ് എന്നുള്ളതിനെ നമുക്ക് പൈ ബൈ 4 എക്സ് പ്ലസ് എക്സ് എന്നാക്കി എഴുതണമെങ്കിൽ ഈ പൈ ബൈ 4 പ്ലസ് എക്സ് ഇതിൻ്റെ ഇടയിലായിരിക്കണം, മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയിലായിരിക്കണം. ഇനി അതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ സ്ഥാനമാണ് കണ്ടുപിടിക്കുന്നത്. അതായത് പൈ ബൈ 4 വെച്ചിട്ട് മൈനസ് ചെയ്യാം, ത്രൂ ഔട്ട് മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മൈനസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 ലെസ് ദാൻ, ഇതിന് പൈ ബൈ 2 മൈനസ് ചെയ്താൽ അത് പോവും, എക്സ് മാത്രവും, ലെസ് ദാൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 ആവും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 3 പൈ ബൈ 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 4 ആയിട്ട് കിട്ടും. അതായത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ സിംപ്ലസ്റ്റ് ഫോം എന്നുള്ളത് പൈ ബൈ 4 പ്ലസ് എക്സ് ആണ്. എപ്പോൾ എക്സ് ഇതിനിടയിൽ വരുമ്പോൾ മൈനസ് 3 പൈ ബൈ 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 4. സിംപ്ലസ്റ്റ് ഫോം ഈസ് പൈ ബൈ 4 പ്ലസ് എക്സ്. ഇതാണ് ആൻസർ. അതിൻ്റെ എക്സിൻ്റെ കണ്ടീഷൻ നമ്മൾ കൂടെ ചെയ്തിരിക്കുന്നു. ഇനി അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, റൈറ്റ് ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ദെൻ എക്സിൻ്റെ കണ്ടീഷൻ തന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നേരത്തെ പറഞ്ഞ പോലെ ടാൻ ഇൻവേഴ്സ് ഓഫ് ആണ്. അപ്പോൾ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്തുള്ളതിനെ ടാൻ ഓഫ് സംതിങ് എന്നുള്ള ഫോമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡെഫിനേഷൻ ഉപയോഗിക്കാം. അപ്പോൾ ഈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സിനെ ടാൻ ഓഫ് സംതിങ് എന്നുള്ള നിലയ്ക്ക് മാറ്റണം. അതെങ്ങനെയാണ്? ആദ്യം തന്നെ നമ്മൾ ഇതിനെ 1 ആക്കാം. നമുക്ക് നേരത്തെ ന്യൂമറേറ്ററിൽ ഈ ഫസ്റ്റ് ടേം 1 ആയി കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ടാനിൻ്റെ ടേംസിലേക്ക് മാറ്റുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കോസ് എക്സിനെ 1 ആക്കി മാറ്റണം, ഈ ന്യൂമറേറ്ററിലെ കോസ് എക്സിന്. അതിനെന്താ ചെയ്യാം? കോസ് എക്സ് കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ കോസ് എക്സിന് മാത്രമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പാടില്ല, ത്രൂ ഔട്ട് എല്ലാവർക്കും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ കോസ് എക്സ് ബൈ കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. അപ്പോൾ ഇത് 1 ആവും. രണ്ടാമത്തെ ടേം ടാൻ എക്സ് ആവും, ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ താഴെയുള്ളത് 1 ആയി പ്ലസ് അടുത്തത് ടാൻ എക്സ് ആയി. ഇനി ഇപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ 1നെ ടാൻ പൈ ബൈ 4 എന്ന് എഴുതാം. ഇവിടെ താഴെ ന്യൂമറേറ്ററിൽ ടാൻ എക്സിൻ്റെ കൂടെ ടാൻ പൈ ബൈ 4 എന്ന് എഴുതാം. ഇത് 1 ആണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാലും 1 ഇൻറ്റു ടാൻ എക്സ് തന്നെയാണ് ഇത് കിട്ടുക. അപ്പോൾ ഇങ്ങനെ എഴുതിയാലുള്ള മെച്ചം, ഇതിപ്പോൾ ടാൻ എ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ടാൻ ബി എന്നുള്ള ഫോമിലായി. ഇനി അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ടാൻ എ മൈനസ് ബി ആണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് എന്നെഴുതാം. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ഇക്വേഷൻ ഉപയോഗിക്കാം. ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറയുന്നത് ഇത് മാത്രമായിട്ട് എഴുതാം, പൈ ബൈ 4 മൈനസ് എക്സ്. അപ്പോൾ പൈ ബൈ 4 മൈനസ് എക്സ് എന്നുള്ളതാണ് ആൻസർ. ഇനി അതിൽ എക്സിൻ്റെ കണ്ടീഷനും കൂടെ നമ്മൾ നോക്കുന്നു. അതിങ്ങനെയാണ്, നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എക്സ് ഈക്വൽ ടു എക്സ് ആവണമെങ്കിൽ എന്ത് വേണം? എക്സ് എന്നുള്ളത് ഓപ്പൺ ഇൻ്റർവൽ മൈനസ് പൈ ബൈ 2 പൈ ബൈ 2 വരണം. അതായത് മൈനസ് പൈ ബൈ 2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ പൈ ബൈ 2 വരണം. അപ്പോൾ ഇതിന് പകരം ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ ബൈ 4 മൈനസ് എക്സ് ഈക്വൽ ടു പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് എഴുതണമെങ്കിൽ ഈ പറഞ്ഞത്, അതായത് പൈ ബൈ 4 മൈനസ് എക്സ് എന്ന് പറയുന്നത് ഏതിന് ഇടയിൽ വരണം? മൈനസ് പൈ ബൈ 2നും പൈ ബൈ 2നും ഇടയിൽ വരണം. ഇത് പൈ ബൈ 2 ആണ്. സോ ആൻസർ ഈസ് പൈ ബൈ 4 മൈനസ് എക്സ് വെൻ മൈനസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 ലെസ് ദാൻ, അതായത് നമുക്ക് ഇതിൽ നിന്ന് എക്സിൻ്റെ സ്ഥാനം മാത്രമായിട്ട് എടുക്കുകയാണ്. പൈ ബൈ 4 വെച്ച് ത്രൂ ഔട്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും മൈനസ് പൈ ബൈ 2 മൈനസ് പൈ ബൈ 4 ലെസ് ദാൻ മൈനസ് എക്സ് ലെസ് ദാൻ പൈ ബൈ 2 മൈനസ് പൈ ബൈ 4. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് മൈനസ് 3 പൈ ബൈ 4 ആവും, ഈ സൈഡിൽ ഇത് പൈ ബൈ 4 ആവും. ഇനി ഇതിൽ നിന്ന് മൈനസ് കളയുമ്പോൾ ത്രൂ ഔട്ട് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മൈനസ് കളയാൻ. അപ്പോൾ മൈനസ് കൊണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം നമ്മൾ ഇനീക്വാളിറ്റീസ് പഠിച്ചിട്ടുള്ളതാണ്. മൈനസ് കൊണ്ട് ചെയ്യുമ്പോൾ, മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒക്കെ ഇനീക്വാളിറ്റി ചേഞ്ച് ആവും. അപ്പോൾ ഇതെന്തായി? മൈനസ് കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 പൈ ബൈ 4 ആയി. ഇത് ലെസ് ദാൻ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ആയി, ഇതിൻ്റെ മൈനസ് പോയി എക്സ് ആയി, ഗ്രേറ്റർ ദാൻ ആയി, ഇത് മൈനസ് വന്നു. അപ്പോൾ നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ മൈനസ് പൈ ബൈ 4 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 പൈ ബൈ 4. സോ ആൻസർ ഈസ് പൈ ബൈ 4 മൈനസ് എക്സ്. അതിൽ എക്സിൻ്റെ കണ്ടീഷനാണ് കൂടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ.